മക്കളെ നമ്മൾ ക്ലാസ് 12 റിലേഷൻ ഫംഗ്ഷൻ എന്നുള്ള പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടൻറ്റ് കണ്ടൻസും അതിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളുമാണ് പഠിക്കുന്നത്. അപ്പം മിസ്സ് പറഞ്ഞ പോലെ 2024-25 സിലബസിലെ പുതിയ സിലബസ് പ്രകാരം തയ്യാറാക്കിയ വീഡിയോ ആണ്. അപ്പം എല്ലാവരും സൂക്ഷിച്ച് വൃത്തിയിൽ ക്ലാസ് ശ്രദ്ധിച്ചോളൂ. നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് ഫൈനൽ എക്സാമിന് എത്താൻ പറ്റും. ഓക്കെ, അപ്പം എന്താണ് ഈ റിലേഷൻ? ആദ്യം നമ്മൾ അതാണ് പഠിക്കുന്നത്. എ റിലേഷൻ ആർ ഫ്രം എ സെറ്റ് എ ടു എ സെറ്റ് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് A cross B obtained by describing a relationship between the first element X and the second element Y of the ordered pair in A cross B. ഇതിപ്പോൾ ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഡെഫിനിഷൻ ഒന്നും മനസ്സിലായിണ്ടാവില്ല, എനിക്ക് 100% ഉറപ്പാണ്. എ ക്രോസ് ബി എന്നത് നിങ്ങൾ 11th പഠിച്ച കാര്യമാണ്. എന്താണ് സെറ്റ് എ, എന്താണ് സെറ്റ് ബി, അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് നമ്മൾ +1 പഠിച്ച കാര്യമാണ്. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പം എന്താണ് റിലേഷൻ എന്നുള്ള മക്കൾക്കൊന്ന് പറഞ്ഞുതരാം. നമ്മൾ 2 സെറ്റ് എടുക്കുന്നു, അതായത് ഒരു സെറ്റ് എ ഒരു സെറ്റ് ബി എടുക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നമ്പേഴ്സ് ഇവിടെ എഴുതാം. ഇവിടെ ഞാനൊരു 1 2 3 എന്ന് എഴുതി, ഇവിടെ ഞാനൊരു ABC എന്നിട്ടു. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതുമ്പം 1 എയിലേക്ക് മാപ്പിംഗ് ഉണ്ടാവും, അതുപോലെ 1 ബിയിലേക്ക് ഉണ്ടാവും, 1 സിയിലേക്ക് ഉണ്ടാവും, ശരിയല്ലേ? ഇതേപോലെ നമുക്ക് 2 എയിലേക്ക് ഉണ്ടാകും, 2 ബിയിലേക്ക് ഉണ്ടാകും, 2 സിയിലേക്ക് ഉണ്ടാകും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എഴുതുമ്പം. ഓക്കെ, ഇതേപോലെ നമ്മൾ 3 എടുക്കുമ്പം 3A 3B 3C, ഇതാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ സെറ്റ് എന്നുള്ള നൊട്ടേഷനിൽ എഴുതിയിട്ട് 1, A ഇങ്ങനെ എഴുതും അല്ലേ, പിന്നെ 1, B, ശരിയല്ലേ, 1, C, എന്നിട്ട് ഇങ്ങനെ എല്ലാ എലമെൻസും നമ്മൾ എഴുതി പോകും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ A ക്രോസ് B എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ A ക്രോസ് ബീൻ്റെ സബ്സെറ്റ് ആയിരിക്കും റിലേഷൻ. അപ്പോൾ ഞാൻ ഇതിന്ന് ഒരു റിലേഷനായിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ റിലേഷൻ ഞാൻ വരയ്ക്കുമ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇതേ സാധനം തന്നെ ഞാൻ 2 സെറ്റായിട്ട് എടുക്കുകയാണ്. എ എന്നുള്ള സെറ്റും ബി എന്നുള്ള സെറ്റും എടുത്തു. ഓക്കെ, ഇതെന്ന് ഞാൻ ഇവിടുത്തെ അംഗങ്ങൾ നേരത്തെ പോലെ തന്നെ 1 2 3 എന്ന് എഴുതി. ഇവിടെ ഞാൻ ABC എന്ന് എഴുതി. ഇവിടെ ഞാൻ 1 എയിലേക്കും ഒരു മാപ്പിംഗ് ഉണ്ട്, 2 ബിയിലേക്കുണ്ട്, 3 സിയിലേക്കുണ്ട്. ഞാൻ ഇത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതാണ് എൻ്റെ റിലേഷൻ ഇപ്പോൾ വരുന്നത്. അപ്പോൾ റിലേഷൻ എന്ന് പറയുന്നതിൽ എനിക്കിപ്പോൾ ഇവിടെ ആരൊക്കെ അംഗങ്ങളുണ്ട്? 1, A ഉണ്ട്, ശരിയല്ലേ, 2, B ഉണ്ട്, 3, C ഉണ്ട്. അപ്പം ഞാൻ നേരത്തെ എഴുതിയ കാർട്ടീഷ്യൻ പ്രോഡക്റ്റില്ലേ A ക്രോസ് ബിയിൽ ഓൾറെഡി എത്ര അംഗങ്ങൾ വന്നിരുന്നു? 1A 2B 3C, അങ്ങനെ നിങ്ങൾക്ക് 1B 1C, അങ്ങനെ എല്ലാ എലമെൻസും നമുക്ക് എഴുതണം അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് 3 എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. ഈ 3 എലമെൻറ്റ്സ്, ഈ R എന്ന റിലേഷൻ ആരുടെ സബ്സെറ്റാണ്? തീർച്ചയായിട്ടും A ക്രോസ് ബീൻ്റെ സബ്സെറ്റാണ്. A ക്രോസ് ബി ആണ് വലുത് അല്ലേ, ശരിയല്ലേ, A ക്രോസ് ബി ആണ് വലുത്. ഇത് R എപ്പോഴും റിലേഷൻ ചെറുതായിരിക്കും, അല്ലെങ്കിൽ ഈക്വലും ആവാം. അതാണ് ഇങ്ങനെ എഴുതുന്നത്, സബ്സെറ്റ് എന്നുള്ള അടിയിലായി ഈക്വൽ സൈനും കൂടി എഴുതുന്നത്. അതാണ് ഇപ്പോൾ നിങ്ങൾ റിലേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തെങ്കിലും ഒരു ബന്ധം, ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധമുള്ളതിനെയാണ് നമ്മൾ ആ സെറ്റിൻ്റെ റിലേഷൻസ് എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക്, എം ടി റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റിലേഷൻ എങ്ങനെയാണ് ഒരു എം ടി ആവുക എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ നിങ്ങൾക്ക് എന്താ അറിയാം? ഒന്നും ഇല്ല, ശൂന്യത അല്ലേ. ഇഫ് നോ എലിമെൻറ്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു any element of A, that is R equal to 5, which is a subset of A cross A, then the relation R in a set A is called an empty relation. അതായത് തന്നിരിക്കുന്ന റിലേഷൻ ഈക്വൽ ടു നമുക്ക് എന്ത് പറയണം? 5 എന്ന് കിട്ടണം. അത് ആ 5 ആരുടെ സബ്സെറ്റ് ആയിരിക്കും? തീർച്ചയായിട്ടും A ക്രോസ് എന്റെ സബ്സെറ്റ് ആയിരിക്കും. അപ്പോൾ മക്കളെ നമുക്ക് എം ടി റിലേഷൻ്റെ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. ഓക്കെ, A ഈസ് ഈക്വൽ ടു A എന്ന് പറയുന്ന സെറ്റ് ഞാൻ ഒരു 2 3 4 എന്ന് എടുത്തു. ഓക്കെ, ഒരു 3 നമ്പേഴ്സിനെ ഞാൻ എടുത്തു. ഞാൻ 6 പറയുന്ന ഒരു റിലേഷൻ എഴുതാണ്. സെറ്റ് A, B such that A and B element of capital A and A into B greater than 20 എനിക്ക് കിട്ടണം. അപ്പം ഞാൻ എടുക്കുന്നത് എയും ബിയും എവിടുത്തെ അംഗങ്ങളാണ്? ഈ സെറ്റ് എയിലുള്ള ആൾക്കാരാണ്. എനിക്ക് കിട്ടേണ്ടത് അതിലുള്ള 2 നമ്പേഴ്സിനെടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 20നെക്കാട്ടും വലുതാവണം. ഓക്കെ, അങ്ങനത്തെ ഒരു റിലേഷനാണ് എഴുതേണ്ടത്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ നമ്പേഴ്സ് എടുത്ത് ശ്രദ്ധിച്ച് നോക്കാം. 2ഉം 3ഉം ഈ സെറ്റിലുള്ള 2 എലമെൻറ്റ്സിനെ ഞാൻ പിക്ക് ചെയ്തു. 2ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എത്ര കിട്ടുന്നത്? 6 ആണ്. ഇത് ഗ്രേറ്റർ ദാൻ 20 ആണോ? അല്ല, തെറ്റല്ലേ? അല്ല. അപ്പോൾ ഇത് ഈ കണ്ടീഷൻ നമുക്ക് ഗ്രേറ്റർ ദാൻ 20 എന്നുള്ളത് കിട്ടുന്നില്ല. ഓക്കെ, രണ്ടാമത് നമുക്ക് 3 into 4 എന്നെടുത്തു. 3 into 4 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത്? 12 എന്നാണ് വരുന്നത്. 12 ഗ്രേറ്റർ ദാൻ 20 ആണോ? അല്ല, അല്ലേ, ലെസ് ദാൻ ആണ്.
ശരിയല്ലേ? അപ്പോൾ അതും കറക്റ്റായി. അപ്പം അടുത്തത് നമ്മൾ 2 × 4 എന്ന് എടുത്തു. 2 × 4 പറഞ്ഞാൽ 8. അത് ഗ്രേറ്റർ ദാൻ 20 ആണോ? അല്ലല്ലോ. അപ്പോൾ അതും ശരിയായി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരൊറ്റ എലമെൻസും എന്ന് എടുത്തിട്ട് അത് ഗ്രേറ്റർ ദാൻ 20 കിട്ടുന്നില്ല അല്ലേ? ഇവിടെയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്, ശരിയല്ലേ? അപ്പം ഗ്രേറ്റർ ദാൻ 20 കിട്ടുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് കിട്ടുന്ന റിലേഷൻ എന്താണ്? എം ടി റിലേഷനാണ്. എം ടി റിലേഷനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് മക്കളെ? ഫൈ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ആരുടെ സബ്സെറ്റ് ആയിരിക്കും? എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിരിക്കും. എ ക്രോസ് എന്ന് പറഞ്ഞാൽ ഇതേ എലമെൻറ്റ്സ് ഇപ്പോൾ എഴുതാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് 2 3 4 എന്നിട്ടിട്ട് പിന്നെ മാപ്പിംഗ് കൊടുത്താൽ മതി. 2 2 2 3 2 4 അറിയല്ലോ, ക്രോസ് പ്രോഡക്റ്റ് കാണാൻ എല്ലാവർക്കും അറിയല്ലോ. അപ്പോൾ അതിൻ്റെ സബ്സെറ്റാണ്. അപ്പോൾ ഈ ഫൈ ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടി. ഇങ്ങനെ ഫൈ കിട്ടുന്ന ആൻസറുള്ള റിലേഷനെയാണ് നമ്മൾ എന്തു പറയുന്നത്? എം ടി റിലേഷൻ എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് കിടക്കാം. യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ യൂണിവേഴ്സൽ റിലേഷൻ? യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എവരി എലമെൻറ്റ് ഓഫ് എ ദാറ്റ് ഇസ് ആർ ഇസ് ഈക്വൽ ടു എ ക്രോസ് എ. അതായത് മക്കളെ എ ക്രോസ് എ കണ്ടുപിടിച്ചാൽ അതിൻ്റെ വാല്യൂ എ ക്രോസ് എ കണ്ടുപിടിച്ചാൽ അതിൻ്റെ വാല്യൂ റിലേഷനിലുള്ള എല്ലാ അംഗങ്ങളും ആ എ ക്രോസ് എയിൽ ഉണ്ടാകണം അല്ലേ? ഓക്കെ, ബോത്ത് ആർ സെയിം വേണം. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു എക്സാമ്പിൾ, ഞാൻ ഒരു നമ്പർ എടുക്കാം. എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 എന്ന് എടുത്തു ഞാൻ. 1 2 3. ഓക്കെ, ഇനി ആർ എന്ന് പറയുന്ന റിലേഷൻ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്? എ കോമ ബി such that AB element of capital A and A plus B is less than 10. എയും ബിയും കൂട്ടിയാൽ എനിക്ക് 10നെക്കാട്ടും ചെറുതുള്ള നമ്പർ ആവണം. ഓക്കെ, ഇതാണ് എൻ്റെ കണ്ടീഷൻ. എയും ബിയും എയിലുള്ള ആൾക്കാരുമാണ്. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പം നമ്മൾ എങ്ങനെയാണ് അത് എഴുതുക? അപ്പം ഈ സെറ്റിലുള്ള ഫസ്റ്റ് സെറ്റിലുള്ള 2 അംഗങ്ങളെ ഞാൻ എടുക്കാം. എ എന്നുള്ള സെറ്റിൽ 2 അംഗങ്ങളെ എടുക്കാം. അപ്പം ഞാൻ 1ഉം 2ഉം എടുത്തു. 1ഉം 2ഉം ഞാൻ ആഡ് ചെയ്യാണ്. എ പ്ലസ് ബി ലെസ് ദാൻ 10 എന്നാണ് എനിക്ക് കിട്ടേണ്ടത്. 1 + 2 എന്ന് പറഞ്ഞാൽ 3 അല്ലേ? 3 ലെസ് ദാൻ 10 അല്ലേ? അപ്പം അത് ശരിയാണ്. അടുത്ത ഞാൻ 2ഉം 3ഉം എടുത്തു. 2ഉം 3ഉം എത്രയാണ്? എനിക്ക് 5 വരുന്നത്. അതും ലെസ് ദാൻ 10 അല്ലേ? ശരിയാണ്. അടുത്ത ഞാൻ 1ഉം 3ഉം എടുത്തു. 1ഉം 3ഉം എടുത്താൽ എനിക്ക് 4 എന്നാണ് വരുന്നത്. അതും ലെസ് ദാൻ 10 അല്ലേ? ശരിയാണ്. അപ്പോൾ ഇതിലെല്ലാ അംഗങ്ങളും, അതായത് 1 2 3 എന്നുള്ള ഏത് നമ്പർ എടുത്താലും നിങ്ങൾക്ക് എന്ത് വരുന്നു കുട്ടികളെ? എന്ത് വരുന്നു? ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ ഇവിടുന്ന് 1 1 എന്ന് എടുക്കാം കേട്ടോ. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആയതുകൊണ്ട് 1 1 എന്ന് എടുക്കാം, 2 2 എന്ന് എടുക്കാം, 1 3 എന്ന് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ 2ൻ്റെ എല്ലാ കേസും എടുക്കാം. 2 1. ഓക്കെ, അപ്പം നിങ്ങൾ സെറ്റ് മാപ്പിംഗ് എങ്ങനെയാണ് വരുന്നത്? സെറ്റ് ചെയ്യുന്ന സെറ്റ് എയിലേക്ക് തന്നെയാണ് മാപ്പ്. ഇപ്പോൾ ഇവിടെയും 1 2 3 ഉണ്ട്, ഇവിടെയും 1 2 3 ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരുപാട് 9 എലമെൻറ്റ്സ് വരും. അപ്പോൾ നമ്മൾ ഏത് എലമെൻ്റ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് ലെസ് ദാൻ 10 തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്താ കിട്ടുന്നത്? ഈ ആർ എന്ന് പറയുന്ന ആൾ ആർക്ക് ഈക്വൽ ആയിരിക്കും? ആർ ഇസ് ഈക്വൽ ടു കൃത്യമായിട്ട് എ ക്രോസ് എക്ക് ഈക്വൽ ആയിരിക്കും അല്ലേ? ഇങ്ങനെ വരുന്ന റിലേഷനെയാണ്. അപ്പം നേരത്തെ വന്നത് ആർ ഇസ് ഈക്വൽ ടു 5 ആണ് എം ടി റിലേഷന്. ഇവിടെ നിങ്ങൾക്ക് വരുന്ന ആർ എന്ന് പറയുന്ന എ ക്രോസ് എക്ക് ഈക്വൽ ആയിരിക്കും. ഇതുകൊണ്ടാണ് നമ്മൾ ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിനെ ഒരു എക്സാമ്പിൾ ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ യൂണിവേഴ്സൽ റിലേഷനും എം ടി റിലേഷനും ഒരുമിച്ചിട്ട് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് എന്താണ്? ട്രിവിയൽ റിലേഷൻ എന്ന്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ബോത്ത് ദ എം ടി റിലേഷൻ ആൻഡ് യൂണിവേഴ്സൽ റിലേഷൻസ് ആർ സംടൈംസ് കോൾഡ് ട്രിവിയൽ റിലേഷൻ. സംശയമില്ലല്ലോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് സെറ്റ് ടു ബി ഓർ കോൾഡ് റിഫ്ലെക്സീവ്. വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ് ഈ ഒരു പാഠത്തിലെ മക്കളെ. നിങ്ങൾക്ക് ഷുവറായിട്ടും ക്വസ്റ്റ്യൻ വരുന്നൊരു ഭാഗമാണ്. ഉറപ്പായിട്ടും സ്റ്റേറ്റുകാർക്കും CBSEക്കാർക്കും ഒക്കെ ഈ ഭാഗത്തുനിന്ന് പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവ് പറഞ്ഞാൽ എന്താണ്? സിമെട്രിക് പറഞ്ഞാൽ എന്താണ്? ട്രാൻസിറ്റീവ് പറഞ്ഞാൽ എന്താണ്? റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതുമ്പോൾ എ കൊമ എ എലമെൻറ്റ് ഓഫ് ആറിൽ ഉണ്ടാകണം. ആർ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷനാണ്. അതായത് നിങ്ങൾ എഴുതിയ റിലേഷനിൽ ആര് ഉണ്ടാകണം? എ കൊമ എ ഉണ്ടാകണം. ശ്രദ്ധിച്ചോളൂ. ഇപ്പം നിങ്ങൾ എഴുതുകയാണെങ്കിൽ
ഒരേ രണ്ട് എ എന്ന് പറഞ്ഞാൽ ഒരേ രണ്ട് നമ്പേഴ്സ്, അതായത് 1,1, 2,2, 5,5, 100,100 അങ്ങനെ വരുന്ന ആളെയാണ്. അത് എവിടെ ഉണ്ടാവണം? നിങ്ങളുടെ തന്നിരിക്കുന്ന റിലേഷനിൽ അംഗങ്ങൾ ഉണ്ടാവണം. 2,3 എന്നൊന്നും എടുക്കാൻ പറ്റില്ല, 2,2 തന്നെ വേണം. ഓക്കെ, അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. സിമെട്രിക് എന്ന് പറഞ്ഞാൽ എ ബി ആറിലുണ്ടെങ്കിൽ, റിലേഷനിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബി എയും ആ റിലേഷനിൽ ഉണ്ടാകണം. അതായത് ഫോർ എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. ഇപ്പോൾ 1 2 ആറിലുണ്ട്, എലമെൻറ്റ് ഓഫ് ആറിലുണ്ടെങ്കിൽ 2 1ഉം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടെ വേണം? ഈ ആറിലുണ്ടാകണം, നിർബന്ധമാണ്. അങ്ങനെ വരുന്ന റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമെട്രിക് എന്ന് പറയുന്നത്. ഓക്കെ, സിമെട്രിക് എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ. നെക്സ്റ്റ് നമ്മൾ ട്രാൻസിറ്റീവ് ആണ് പറയുന്നത്. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബി ആറിലുണ്ട്, ബി സി ആറിലുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ സി നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിലേഷനിൽ ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ 1,2 എലമെൻറ്റ് ഓഫ് ആറിലുണ്ട്. ഇനി 2 സ്റ്റാർട്ട് ചെയ്യുന്ന ഏതൊരു നമ്പർ? 2,3 എലമെൻറ്റ് ഓഫ് ആറിലുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് പറയാൻ പറ്റും? ഇവിടുത്തെ ഈ 1ഉം ഇവിടുത്തെ ഈ 3യും. ഓക്കെ, ഈ 1 3 എവിടെ വേണം? എലമെൻറ്റ് ഓഫ് ആറിൽ വേണം. ഇങ്ങനെ ആറിലുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എന്ത് പറയാൻ പറ്റും? ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയാൻ പറ്റും. അപ്പം മക്കൾക്ക് സിമെട്രിക് എന്താ, റിഫ്ലെക്സീവ് എന്താ, ട്രാൻസിറ്റീവ് എന്താ എന്നൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു ഞാൻ. അപ്പം ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇനി മക്കൾക്ക് വരുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോളൂ. ഇതിൻ്റെ ഒരു കാര്യം കൂടെ മിസ് പറയുന്നു. ഈ 3 കണ്ടീഷൻസും നിങ്ങൾക്ക് ഒരു റിലേഷനിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ റിലേഷനെ നമ്മൾ ഒരു ഓമന പേരിട്ട് വിളിക്കുന്നു. അതാണ് എന്ത് മക്കളെ? ഈക്വാലൻസ് റിലേഷൻ. എന്ത് റിലേഷൻ? ഈക്വാലൻസ് റിലേഷൻ. അതായത് റിഫ്ലെക്സീവും ആണ്, സിമെട്രിക്കും ആണ്, ട്രാൻസിറ്റീവും ആണെങ്കിൽ ആ റിലേഷനെ നമ്മളൊരു പ്രത്യേക പേരിട്ട് വിളിക്കുന്നു. ആ പേരിനെയാണ് ഈക്വാലൻസ് റിലേഷൻ എന്ന് പറയുന്നത്. സംശയമില്ലല്ലോ. ഇനി നമുക്കൊന്ന് പ്രോബ്ലത്തിലേക്ക് കടക്കാം. വേഗം ശ്രദ്ധിച്ചോളൂ. നമുക്ക് ഈ റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ്, സിമെട്രിക് ഇന്ന് ഈ 3 സാധനങ്ങൾ ഓക്കെ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ് നമ്മളിപ്പം അടുത്ത പ്രോബ്ലം മുതൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈക്വലൻസ് റിലേഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. ഡിറ്റർമിൻ വെദർ the following relations are reflexive, symmetric and transitive. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന റിലേഷനാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. R is equal to set x, y such that y is equal to x plus 5 and x less than 4. x, y element of capital N നാച്ചുറൽ നമ്പറാണ്. ഓക്കെ, ഇത്ര കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മളൊന്ന് പ്രോബ്ലം ചെയ്യാൻ ശ്രദ്ധിച്ചോളൂ. R എന്ന് പറയുന്ന റിലേഷൻ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന y ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്നാണ്. ആദ്യം നിങ്ങൾ എക്സ് ലെസ് ദാൻ 4 എന്നുള്ള കണ്ടീഷനിൽ എക്സും വൈയും നാച്ചുറൽ നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പം എക്സ് ലെസ് ദാൻ 4 എന്നുള്ള ആ ഒരു സെറ്റിന് നമ്മൾ ആദ്യം എഴുതി വെക്കുക. അപ്പോൾ എ എന്നുള്ള പേരിൽ ഞാൻ ആ സെറ്റിന് എഴുതുന്നു. എക്സ് ലെസ് ദാൻ 4 എന്നുള്ള കണ്ടീഷൻ ആണ് ഞാനിപ്പോൾ ഇവിടെ സ്പെസിഫൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഏതൊക്കെ നമ്പേഴ്സ് ഇതിൽ വരും? 1 വരാം, 2 വരാം, 3 വരാം. സംശയമില്ലല്ലോ മക്കളെ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം ക്ലിയർ ചെയ്തോളാം. ഞാൻ എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുത്താൽ, എക്സിന് ഞാൻ 1 കൊടുത്താൽ 1 പ്ലസ് 5 എനിക്ക് എത്രയാണ് കിട്ടുന്ന? 6 ആണ്. അതാണ് എൻ്റെ വൈ. ശരിയാണല്ലോ? ഈക്വൽ ടു വൈ എന്നല്ലേ? എക്സ് പ്ലസ് 5 ഈക്വൽ ടു വൈ എന്നാണ് നമ്മളെ റിലേഷൻ എന്ന് പറയുന്ന ആൾ. ഓക്കെ, സംശയമില്ലല്ലോ. അപ്പം നമുക്ക് നെക്സ്റ്റ് നമ്പറായ 2 എന്ന നമ്പർ കൊടുക്കാം. അപ്പോൾ 2 പ്ലസ് 5 എന്താ മക്കൾക്ക് വരുന്നത്? 2 പ്ലസ് 5 എന്നത് 7 എന്നാണ് അല്ലേ? 7 എന്നാണ്. അപ്പോൾ 7 വരുമ്പോൾ 7 7 എന്ന് പറയുന്നത് നമ്മളുടെ വൈയുടെ വിലയാണ്. ഓക്കെ, അടുത്ത നമ്മൾ 3 കൊടുക്കുമ്പോൾ 3 പ്ലസ് 5 എന്ന് പറയുന്നത് 8 എന്ന് പറയുന്ന വൈയുടെ വിലയാണ്. അപ്പോൾ നിങ്ങളെ റിലേഷനിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട് മക്കൾ പറഞ്ഞോളൂ? R is equal to സെറ്റ് ഞാൻ എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുത്തപ്പോൾ എനിക്ക് y 6 കിട്ടി. അപ്പോൾ 1,6.
ശരിയല്ലേ? എക്സിന് ഞാൻ 2 കൊടുത്തപ്പോൾ വൈക്ക് എനിക്ക് 7 കിട്ടി. അപ്പോൾ 2,7. അടുത്തത് എക്സിന് ഞാൻ 3 കൊടുത്തപ്പോൾ എനിക്ക് വൈയുടെ വില 8 കിട്ടി. അപ്പം 3,8. അപ്പം ഇത്ര ആൾക്കാരാണ് ഈ റിലേഷനിലുള്ളത്. സംശയമില്ലല്ലോ. ഇനി നമ്മൾ ഈ 3 കണ്ടീഷൻസ് പ്രൂവ് ചെയ്യാണ്. നമ്മളുടെ 3 കണ്ടീഷൻസ് ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് റിഫ്ലെക്സീവ് ആണ്. രണ്ടാമത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് സിമെട്രിക് ആണ്. മൂന്നാമത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ട്രാൻസിറ്റീവ് ആണ്. അപ്പം നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. ഈ 6 എന്നുള്ള അംഗങ്ങളെ മറന്നു പോകരുത്. ആരൊക്കെയായിട്ടുള്ളത്? 1 6, 2 7, 3 8. ഓക്കെ. അപ്പം നമ്മൾ ഫസ്റ്റ് ഇവിടെ റിഫ്ലെക്സീവ് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. റിഫ്ലെക്സീവാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ. എങ്ങനെയാണ് റിഫ്ലെക്സീവ് പ്രൂവ് ചെയ്യുന്നത്? നമുക്ക് എന്താ റിഫ്ലെക്സീവിൽ വേണ്ടത്? ഒരു എലമെൻറ്റ്, ഫസ്റ്റ് എലമെൻറ്റ് എക്സ് 1 ആണെങ്കിൽ അടുത്ത നമ്പറും 1 തന്നെ ആകണം. അങ്ങനെ ഒരു നമ്പർ ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പം ഞാനിപ്പം നിങ്ങളോട് പറയുകയാണ് 1 എന്നുള്ളത് എലമെൻറ്റ് ഓഫ് എയിലുണ്ട്. പക്ഷേ ആരില്ല? 1,1 എന്നത് എവിടെ ഇല്ല? റിലേഷനിൽ ഇല്ല. റിലേഷനിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എന്ത് പറയാൻ പറ്റും? എ എന്നല്ലേ നമ്മൾ എഴുതാല്ലേ? നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ആർ. ഉറപ്പല്ലേ? ദെർഫോർ ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ സിമെട്രിക്കാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിമെട്രിക്കാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സിമെട്രിക്ക് പ്രൂവ് ചെയ്യുമ്പം നിങ്ങളിതുപോലെ ഏതെങ്കിലും ഒരു എലമെൻ്റ് എടുക്കുക. 1,6 എവിടെ ഉണ്ടെന്ന് എടുക്കുക. എലമെൻ്റ് ഓഫ് ആറിലെടുത്തു. 1,6 ആറിലുണ്ട്. ബട്ട് 6,1 എന്നത് ആറിൽ ഉണ്ടോ എന്ന് നോക്കണം. നോട്ട് ആൻ എലമെൻ്റ് ഓഫ് ആർ എന്നാണ്. അപ്പം നമുക്ക് ആ ലെറ്ററിൽ തന്നെ ഒന്ന് എഴുതി പിടിപ്പിക്കാം. A, B ആറിലുണ്ടെങ്കിൽ നമുക്ക് ആരും വേണം? B, A എന്ന് പറയുന്നത് ആരും വേണം? B, A എന്ന് പറയുന്നത് ആറിൽ തന്നെ വേണം. പക്ഷേ ഇവിടെ നമുക്കില്ല അല്ലേ? ഇവിടെ നമുക്കില്ല. അപ്പോൾ അതുകൊണ്ട് നോട്ട് ആൻ എലമെൻ്റ് ഓഫ് ആർ എന്ന് എഴുതി. ദെർഫോർ ആർ ഈസ് നോട്ട് സിമെട്രിക്. എന്ന് കിട്ടി. അടുത്ത നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ട്രാൻസിറ്റീവാണ്. ഓക്കെ. അപ്പോൾ ട്രാൻസിറ്റീവ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എന്തൊക്കെ ഇവിടെ പ്രൂവ് ചെയ്യണം? A, B ഉണ്ട് ആറിലുണ്ടെങ്കിൽ B, C എന്ന് പറയുന്ന മറ്റൊരു എലമെൻറ്റും ആറിൽ വേണം. അങ്ങനെയാണെങ്കിൽ A, C വേണം. ഇവിടെ നിങ്ങൾ നോക്കൂ. നിങ്ങൾക്കിപ്പോൾ 1,6 ആണ് എക്സാമ്പിൾ എടുക്കുന്നതെങ്കിൽ 1,6 ആറിലുണ്ട്. ബട്ട് 6 തുടങ്ങുന്ന ഒരു നമ്പർ വേറെ എന്ത് ചെയ്യുമെന്ന് ഇവിടെ ഉണ്ടോ? ആറിൽ നോട്ട് ആൻ എലമെൻ്റ് ഓഫ് ആർ. ഇവിടെ വേറൊരു ഡിജിറ്റ് എഴുതാൻ നമുക്കില്ല അല്ലേ? നിങ്ങളെ റിലേഷനിൽ 6 തുടങ്ങുന്ന ഒരൊറ്റ നമ്പറും ഇല്ലല്ലോ. നമ്മളുടെ റിലേഷനിലുള്ള നമ്പർ 1,6ഉം 2,7ഉം 3,8ഉം ആണ്. അല്ലാതെ 6 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരൊറ്റ നമ്പർ അവിടെ ഇല്ല. അപ്പോൾ അതന്നെ ഇല്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇവിടുത്തെ ഈ 1ഉം ഇവിടുത്തെ ഈ അംഗവും ആയിട്ട് നമുക്ക് മാച്ച് വരുന്ന ആൾ ഇവിടെ ഒരിക്കലും ഈ റിലേഷനിൽ ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ തന്നെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഈ മൂന്നാമത്തെ കണ്ടീഷൻ നമുക്ക് എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജനറൽ ആയിട്ട് നമ്മളിത് എങ്ങനെയാണ് എഴുതുന്നത്? A, B എലമെൻ്റ് ഓഫ് ആറിലുണ്ട്. ഇവിടെ നമുക്ക് B, Cയും നമുക്ക് എന്ത് വേണം? ആറിൽ വേണം. അപ്പോൾ ഇതന്നെ ഇവിടെ ഇല്ല. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A, C തീർച്ചയായിട്ടും എവിടെ വേണം? ആറിൽ വേണം. അതും ഇവിടെ ഇല്ല. ഓക്കെ. അപ്പം ഇത് നോട്ട് ട്രാൻസിറ്റീവ്. അപ്പോൾ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ്. സംശയമില്ലല്ലോ. അപ്പം ഇത് സിമെട്രിക്കും അല്ല, റിഫ്ലെക്സീവും അല്ല, ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് ആൻ ഈക്വലൻസ് റിലേഷൻ. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഈസ്. അപ്പോൾ ഇത് സിമെട്രിക്കും അല്ല, റിഫ്ലെക്സീവും അല്ല, ട്രാൻസിറ്റീവ് അല്ല. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ റിലേഷൻ ആറ്, വേറെ കളർ എടുക്കാം, ആർ ഈസ് നോട്ട് ആൻ ഈക്വലൻസ് റിലേഷൻ. സംശയമില്ലല്ലോ. അപ്പം നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കാം. ഇപ്പോൾ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ചോദിച്ചതാട്ടോ മക്കളെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ.
കൺസിഡർ ദ റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു, നിങ്ങൾക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട് എ കൊമ ബി സച്ച് ദാറ്റ് എ ബി ഈസ് എ ഫാക്ടർ ഓഫ് AB is a factor of 6. 6 എന്ന നമ്പറിൻ്റെ ഫാക്ടറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എ കൊമ ബി എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിലുള്ള അംഗങ്ങളാണ്. ഓക്കെ, ഡിറ്റർമിൻ വെദർ ആർ ഈസ് ആൻ ഈക്വലൻസ് റിലേഷൻ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇവിടെ എന്തൊക്കെ ചെക്ക് ചെയ്യണം? ആദ്യം റിഫ്ലെക്സീവ് ചെക്ക് ചെയ്യണം, പിന്നെ നമ്മൾ സിമെട്രിക് ചെക്ക് ചെയ്യണം, പിന്നെ നമ്മൾ ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടിയ റിലേഷൻ എന്താണ് എന്ന് എഴുതണം. അപ്പോൾ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 6 എന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സ് മക്കൾക്ക് എല്ലാവർക്കും അറിയാം. 6 എന്ന നമ്പറിനെ നമ്മൾ 1ഉം 6ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടും. അതുപോലെ മറ്റ് വേറെ 2 ഘടകങ്ങളാണ് 2ഉം 3ഉം. കറക്റ്റ് അല്ലേ? ഇനി ഇത് നമുക്കൊന്ന് ഓർഡേർഡ് പെയറിൽ എഴുതാം. ഓക്കെ, അപ്പം ഫസ്റ്റ് തന്നെ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഈ 1 എന്ന നമ്പറിനെ ഏത് 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും മക്കൾക്ക് കിട്ടുക 1 എന്ന നമ്പർ. അപ്പോൾ 1,1. ഓക്കെ, 2 എന്ന നമ്പറിൻ്റെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലാണ് കിട്ടുക? 2ഉം 1ഉം മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടും, 1ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്താലും കിട്ടും. 3 എന്ന നമ്പറിനെ ഇതേപോലെ 3, 1, 1, 3. 6 എന്ന നമ്പറിനെ 1, 6, 6, 1. അത് മാത്രമല്ല 2, 3, 3, 2. അപ്പോൾ ഇത്ര അംഗങ്ങളുണ്ട് നമ്മളെ സെറ്റ് ആറിൽ. എന്ന് പറയുന്നത് റിലേഷനിൽ ഇത്ര അംഗങ്ങളുണ്ട്. ഇനി നമ്മൾ ഇത് പ്രൂവ് ചെയ്യണം. എന്തൊക്കെ പ്രൂവ് ചെയ്യണം? ഇത് സിമെട്രിക് ആണോ, റിഫ്ലെക്സീവ് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവ് പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം 1, 1 എന്നുള്ള എലമെൻ്റ് അതിലുണ്ടോ നോക്കുക. ഉണ്ട്. ഇനി 2 വരുന്നത് 2, 1, 2, 2 എന്നുള്ള എലമെൻ്റ് ഉണ്ടോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന റിലേഷനിൽ? 1, 1 ഉണ്ട്, അത് ഓക്കെ. അടുത്തത് 2, 2 ഉണ്ടോ? ഇല്ല. 3, 3 ഉണ്ടോ? ഇല്ല. അതൊന്നും ഇല്ല അല്ലേ? അപ്പം 6, 6 വേണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ എലമെൻറ്റ്സ് ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ നിങ്ങൾ നമ്പറിൽ ഇപ്പോൾ 2,2 എവിടെ ഇല്ല? നോട്ട് എൻ എലിമെൻറ്റ് ഓഫ് ആർ ആണ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും ജനറലായിട്ട്? എ, നോട്ട് എൻ എലിമെൻറ്റ് ഓഫ് ആർ, ദാറ്റ് ഈസ് ആർ ഈസ് നോട്ട് റിഫ്ലെക്സീവ് അല്ല എന്ന് കിട്ടി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് സിമെട്രിക് ആണ്. സിമെട്രിക് പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും 2 അംഗങ്ങൾ എടുത്ത് നോക്കുക. അതായത് 2, 1 എടുത്താൽ 1, 2 ഉണ്ടോ നോക്കുക. ഉണ്ട്. 1, 3 എടുക്കുമ്പോൾ 3, 1 ഉണ്ടോ നോക്കുക. ഉണ്ട്. 6, 1 എടുക്കുമ്പം 1, 6 ഉണ്ട്. അപ്പോൾ എല്ലാം ഉണ്ട് അല്ലേ? അതായത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ 1, 2, 3 നമ്പേഴ്സ്, അതായത് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യണം കേട്ടോ. 2, 3 എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു? 2, 3 എലമെൻറ്റ് ഓഫ് ആർ. ഓക്കെ, ഇംപ്ലൈസ് 3, 2 ആറിലുണ്ടല്ലോ, 3, 2 ഓൾസോ എലിമെൻറ്റ് ഓഫ് ആർ അല്ലേ? ഇതേപോലെ നിങ്ങളിപ്പോൾ 1, 2 ആണ് എടുക്കുന്നതെങ്കിൽ 1, 2 എലിമെൻറ്റ് ഓഫ് ആർ എടുത്താലും നമുക്ക് എന്ത് വരുന്നു? 2, 1 എലിമെൻറ്റ് ഓഫ് ആറിലുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? സിമെട്രിക് ആണ് എന്ന് പറയാൻ പറ്റും. അതായത് എ കൊമ ബി എലിമെൻറ്റ് ഓഫ് ആറിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആര് വേണം? ബി കൊമ എ എവിടെ ഉണ്ടായിരിക്കണം? ആറിലുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ആറ് എന്താണ്? ആർ ഈസ് സിമെട്രിക് ആണ്. അപ്പോൾ ഈ പ്രോബ്ലം ഇത് സിമെട്രിക് ആണ് എന്ന് കിട്ടി, റിഫ്ലെക്സീവ് അല്ല. ഓക്കെ, അടുത്ത നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ട്രാൻസിറ്റീവ് എന്താണെന്നും കൂടെ ഒന്ന് ഈ പ്രോബ്ലത്തിൽ ചെക്ക് ചെയ്യാം. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2,3 ഉണ്ടെങ്കിൽ 3 എന്ന് തുടങ്ങുന്ന ഒരാൾ 3,1 എന്ന് എടുത്തു. അപ്പോൾ 2,1 ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ഓക്കെ, വേറെ ഒരു നമ്പർ എടുത്ത് നോക്കിയാൽ 3,2 എന്ന് എടുത്തു. 3,2 എടുത്താൽ 2 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്പർ 2,1 ഉണ്ടെങ്കിൽ 3,1 ഉണ്ടോ ചോദിച്ചാൽ അതും ഉണ്ട്. ഓക്കെ, ഇനി 6,1 എടുത്തു. 1 സ്റ്റാർട്ട് ചെയ്യുന്ന 1,6 എടുത്തു. പക്ഷേ 6,6 അവിടെ ഉണ്ടോ? ഇല്ല. അതായത് ഏതെങ്കിലും ചില അംഗങ്ങൾ ഉണ്ടാകും, പക്ഷേ എല്ലാം വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ, ഒരു എക്സാമ്പിളിൽ നമ്മൾ എടുത്തു 6,1 എലമെൻറ്റ് ഓഫ് ആറിലുണ്ട്. ഇനി 1 തുടങ്ങുന്ന ഒരു നമ്പറിനെ എഴുതുന്നു നമ്മൾ. 1 തുടങ്ങുന്ന ഏതാണ് ഒരു നമ്പർ? 1,6 ഞാൻ എഴുതി. 1,6
ഉണ്ടെങ്കിൽ ഇത് രണ്ടും ആറിലുണ്ട്, റിലേഷനിലുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ 6ഉം ഇവിടുത്തെ 6ഉം വെച്ചിട്ടുള്ള അംഗം എവിടെ വേണം? 6 വേണം. ഉണ്ടോ ഇത്? ഈ നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താ നമുക്ക് പറയാം? ഇറ്റ് ഈസ് ദ ആർ ഈസ് നോട്ട് ട്രാൻസിറ്റീവ് അല്ല, നോട്ട് ട്രാൻസിറ്റീവ്. അപ്പം ഇതൊരു ഈക്വലൻസ് റിലേഷനാണ്. ഈക്വലൻസ് റിലേഷൻ പറഞ്ഞാൽ നമുക്ക് റിഫ്ലെക്സീവ് വേണം, സിമെട്രിക് വേണം, ട്രാൻസിറ്റീവ് വേണം. അപ്പോൾ ഇത് മൂന്നും വേണം. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട്, ആർ ഈസ് നോട്ട് ആൻ equivalence relation. R is not an equivalence relation. സംശയമില്ലല്ലോ. നെക്സ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ശ്രദ്ധിക്കാം മക്കളെ, ശ്രദ്ധിച്ചിരുന്നോളൂ. റിഫ്ലെക്സീവ് സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണോ എന്നുള്ള ആ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഷോ ദാറ്റ് ദ റിലേഷൻ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. ഷോ ദാറ്റ് ദ റിലേഷൻ R is equal to set A, B such that A less than or equal to B. Okay. Is reflexive, transitive but not symmetric. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്? ഷോ ദാറ്റ് ദ റിലേഷൻ ആർ ഫ്രം എ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അപ്പോൾ ഇവിടെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ റിയൽ നമ്പേഴ്സ് വെച്ചിട്ട് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്യും നാച്ചുറൽ നമ്പർ ആണ്, ഇൻറ്റിജർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറാണ്, സെഡ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ ആണ്, ആർ എന്ന് പറഞ്ഞാൽ അറിയാം. ചില പ്രോബ്ലത്തിൽ റിലേഷൻ ആർ ഇൻ ആർ എന്നൊക്കെ പറയും. ഓക്കെ, ആർ ഇൻ ക്യാപിറ്റൽ ആർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ റിലേഷൻ ആർ എവിടെ ഉണ്ട് എന്നർത്ഥം? ഈ റിയൽ നമ്പേഴ്സിലുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അത് പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ റിയൽ നമ്പേഴ്സിലേക്ക് ആക്കിയിട്ട് എടുത്തുകൊള്ളുക കേട്ടോ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എ എന്ന ഒരു നമ്പർ, ഇവിടെ ഇപ്പം നമുക്ക് നമ്പേഴ്സ് ഒന്നുമില്ല അല്ലേ, വെറും ആൽഫബറ്റ്സ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലം ആൽഫബറ്റ്സിൽ തന്നെ ചെയ്യണം. ആർ ഇസ് ഈക്വൽ ടു സെറ്റ് എ, ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ഞാൻ എയുടെ പ്ലേസിൽ ഫസ്റ്റ് ഞാൻ റിഫ്ലെക്സീവാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. റിഫ്ലെക്സീവ് പ്രൂവ് ചെയ്യാൻ പോയിട്ട് എ എന്ന ആൾക്ക് പകരം ഞാൻ ബി എന്ന് എഴുതാണ്, അല്ലെങ്കിൽ ബി എന്ന ആൾക്ക് പകരം ഞാൻ എ എഴുതാണ്. എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം ഞാനൊന്ന് അത് റീപ്ലേസ് ചെയ്യാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പം ഞാൻ ബി എന്ന ആൾക്ക് പകരം എ എഴുതിയാൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്നാണ് എനിക്ക് വരിക അല്ലേ? ഈ ഒരു കണ്ടീഷൻ ശരിയല്ലേ മക്കളെ? എ ലെസ് ദാൻ എ അല്ല, പക്ഷേ ഇവിടെ ഒരു ഈക്വൽ എന്നുള്ള സംഭവം കൂടി ഉണ്ടല്ലോ താഴെ. അപ്പോൾ അത് കറക്റ്റാണ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? എ, എലിമെൻ്റ് ഓഫ് ആർ, ദെർഫോർ ആർ ഈസ് റിഫ്ലെക്സീവ് ആണ് എന്ന് കിട്ടി. അടുത്ത നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് സിമെട്രിക് ആണോ എന്നാണ്. അപ്പം നമുക്കൊന്ന് സിമെട്രിക്കിലേക്ക് കിടക്കാം. സിമെട്രിക് ആണോ എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. സിമെട്രിക് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ എ ബി ആറിലുള്ള അംഗമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കണ്ടീഷൻ എന്താ പറയുന്നത്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. ശരിയാണല്ലോ? ഇതല്ലേ നമ്മളെ റിലേഷൻ്റെ കണ്ടീഷൻ. ഇങ്ങനെ വരുമ്പോൾ ഞാൻ ബി എ എന്നത്, അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നതിനെ എനിക്ക് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് എഴുതാൻ പറ്റുമോ? ഇത് തിരിച്ചെഴുതാൻ പറ്റുമോ? ഇല്ല. അതായത് ബി, എ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് എവിടെ ഇല്ല? ആറിലില്ല. എന്തുകൊണ്ടാണ്? കാരണം ബി, എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആണ്. ഒരു നമ്പർ ബീനെക്കാട്ടും ചെറുതാണ്, അല്ലെങ്കിൽ എ ബീനെക്കാട്ടും ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ബി ഒരിക്കലും എന്ത് വരില്ല? എനെക്കാട്ടും ചെറുതാവില്ല. അതുകൊണ്ടാണ് ഇവിടെ എന്തിട്ടത്? നോട്ട് ഈക്വൽ എന്നിട്ടത്. ഓക്കെ, അപ്പം ഇതെന്താണ്? ആർ ഈസ് നോട്ട് സിമെട്രിക്. അടുത്ത നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ട്രാൻസിറ്റീവ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കാം. ട്രാൻസിറ്റീവ് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? എ ബി ആറിലുണ്ട് വിചാരിക്കുക, റിലേഷനിലുണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വരുന്ന കണ്ടീഷൻ എന്താണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ് മക്കൾക്ക് വരുന്നത്. അതല്ലേ നമ്മളെ തന്നിരിക്കുന്ന കണ്ടീഷൻ. ഓക്കെ, ഇനി ഞാൻ ബി സി എന്ന് പറയുന്നത് ആറിലുണ്ട് എന്ന് വിചാരിക്കുന്നു. ബി സി ആറിലുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എന്താണ്? ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നാണ്. ശരിയാണല്ലോ? ഇനി മക്കൾ ശരിക്കും മനസ്സിരുത്തി ആലോചിക്കണം. വേറൊരു കളർ എടുത്ത് കാണിച്ചു തരാം. എ എന്ന ആള് ബീനെക്കാട്ടും ചെറുതാണ്.
ആ ബി എന്ന ആൾ സീനെക്കാട്ടും ചെറുതാണ്. ഓക്കെ, ആ ബി എന്ന ആൾ സീനെക്കാട്ടും ചെറുതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എ എന്ന ആൾ ആരെക്കാട്ടും ചെറുതായിരിക്കും? സീനെക്കാട്ടും ചെറുതാവണ്ടേ? അല്ലേ? എ എന്ന് പറയുന്ന ഓൾറെഡി ബീനെക്കാട്ടും ചെറുതാണ്, ആ ബി പറയുന്ന ആൾ സീനെക്കാട്ടും ചെറുതാണ്. ഓക്കെ, അപ്പോൾ ഈ എ ഉറപ്പായിട്ടും സീനെക്കാട്ടും ചെറുതാവുമല്ലോ. ഇതിൻ്റെ അർത്ഥം എന്താണ് മക്കൾക്ക് കിട്ടുന്നത്? ഇതിൻ്റെ അർത്ഥം എന്താണ് കിട്ടുന്നത്? എ കൊമ സി എന്ന് പറയുന്നത് എവിടെയുണ്ട്? ആറിലുണ്ട്. ഇതന്നെയല്ലേ മക്കളെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? എ ബി ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഫസ്റ്റും ഇവിടുത്തെ ലാസ്റ്റും എടുക്കേണ്ടത്. എ സി ആറിലുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസിറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സാധനം ട്രാൻസിറ്റീവാണ്. ആർ ഈസ് ട്രാൻസിറ്റീവ് റിലേഷൻ. ആർ ഇസ് ട്രാൻസിറ്റീവ് റിലേഷൻ. അപ്പം നമുക്ക് ഇവിടെ ഇപ്പം എന്തൊക്കെ കിട്ടി? ആർ എന്നത് റിഫ്ലെക്സീവാണ്, ട്രാൻസിറ്റീവാണ്, പക്ഷേ സിമെട്രിക് അല്ല എന്ന് കിട്ടി. റിഫ്ലെക്സീവാണ്, പിന്നെ എന്താ കിട്ടുന്നത്? ട്രാൻസിറ്റീവാണ്, ബട്ട് നോട്ട് സിമെട്രിക് ആണ്. ഇങ്ങനെയല്ലേ ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തെടുത്ത്? ആർ എന്നത് റിഫ്ലെക്സീവാണ്, ട്രാൻസിറ്റീവാണ്, നോട്ട് സിമെട്രിക് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം, അതായത് നമ്മളുടെ ഈക്വലൻസ് റിലേഷൻ എന്നുള്ള പോർഷൻ മക്കൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഞാൻ. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് പരീക്ഷ അടുപ്പിച്ചിട്ടൊക്കെ വേറൊരു മൊഡ്യൂളായിട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പം കണ്ടൻറ്റ് ഇതാണ്. പ്രോബ്ലംസും മിസ് പറഞ്ഞു. പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് ക്ലാസ് മനസ്സിലാക്കണം. ഇനിയും വേറെ രീതിയിൽ നമ്പറും കാര്യങ്ങളോ ആൽഫബറ്റ്സൊക്കെ മാറ്റി ചോദിക്കാം. അപ്പോൾ ഇതേ കണ്ടൻറ്റ് ഇതേപോലെ തന്നെ മക്കളൊന്ന് പ്രൊസീഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആരും മറക്കണ്ട നമ്മളുടെ ചാനൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ. ഓക്കെ, അപ്പോൾ പാർട്ട് 2 റിലേഷൻ നെക്സ്റ്റ് വീഡിയോയിലായിട്ട് നമുക്ക് കാണാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ചിൽഡ്രൻ. ബൈ.